പരാതി നൽകാനെത്തിയ ദളിത് വിദ്യാർത്ഥിനിയെ അപമാനിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പരാതിക്കാരിയെ അപമാനിച്ചവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ദളിത് വിദ്യാർത്ഥിനിയെ അപമാനിക്കുകയും കുടുംബാംഗങ്ങളെ ആക്രമിക്കുകയും ചെയ്ത യുവാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും പരാതിയുമായി എത്തിയ വിദ്യാർത്ഥിനിയെ അപമാനിക്കുകയും പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുമാണ് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ആരക്കുഴ പഞ്ചായത്തിലെ പട്ടികജാതി ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ദളിത് വിദ്യാർത്ഥിനിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചതായും ഇതിനെ ചോദ്യം ചെയ്ത വിദ്യാർത്ഥിനിയുടെ അമ്മയെയും മുത്തശ്ശിയെയും ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്ത യുവാവിനെതിരെ കേസെടുക്കാതെ പരാതിക്കാരിയെ അപമാനിക്കുന്ന നിലപാടാണ് പോലീസിന്റേതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് അണിനിരുന്നത്. നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് വടം കെട്ടിത്തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി സംഘർഷത്തിലേക്ക് നീങ്ങിയെങ്കിലും നേതാക്കൾ ഇടപെട്ട് ശാന്തരാക്കി. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ആക്രമത്തിലൂടെ ആരെയും ഇല്ലായ്മപ്പെടുത്താം എന്നുള്ളതാണ് പോലീസിന്റെ ചിന്ത. അതാണല്ലോ CPM-കാർ കൽപ്പിച്ചാൽ പിന്നെ എന്തുമാകാമെന്നുള്ളതാണ്. കേസെടുക്കുന്നത് പോകട്ടെ, യാതൊരു തരത്തിലുള്ള നീതിയുമില്ല. അതിനപ്പുറത്ത് CPM പ്രവർത്തകർ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് വിടുപണി ചെയ്ത് ആളുകളെ കൊലപ്പെടുത്തുന്നവരെ ദൗത്യത്തിലേക്ക് കേരള പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ തകർച്ച. സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന CPM-ന്റെ പാർട്ടി ഓഫീസുകളിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നും സാധാരണക്കാരുടെ പരാതികൾക്ക് ന്യായമായ നീതി ഉറപ്പാക്കേണ്ട പോലീസ് ഭരിക്കുന്നവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ജനാധിപത്യ വ്യവസ്ഥിതി തന്നെ തകരുമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം എന്താ? സ്ത്രീകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു അക്രമം ഉണ്ടായി എന്ന് മൊഴി പറഞ്ഞാൽ പിന്നെ അവിടെ ജാമ്യമില്ല. കുറ്റമനുസരിച്ച് ആ പ്രതി ജയിലിലേക്ക് പോകുന്ന ചരിത്രമാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. എങ്കിൽ ഇവിടെ ഇടതുപക്ഷ നേതാക്കന്മാർ പ്രതികളായാൽ, CPM-ന്റെ നേതാക്കന്മാർ, DYFI നേതാക്കന്മാർ, SFI-ക്കാർ അവർ പ്രതികളായാൽ അവർക്ക് യാതൊരു തരത്തിലുമുള്ള നിയമപരമായിട്ടുള്ള ഒരു നടപടികളും നേരിടേണ്ടി വരുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് പൂർണ്ണ സംരക്ഷണമാണ്. ഇത് ആദ്യത്തെ ഉദാഹരണമല്ല, പക്ഷേ മൂവാറ്റുപുഴയിൽ ഇതുണ്ടാകുമെന്ന് നമ്മൾ കരുതിയില്ല. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സമീർ കോണിക്കൽ ധർണയിൽ അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം ചെയർമാൻ KM സലീം, DKTF സംസ്ഥാന പ്രസിഡന്റ് ജോയി മാളിയേക്കൽ, DCC ജനറൽ സെക്രട്ടറി PPL ദോസ്, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബി ചെമ്മല, ജില്ലാ സെക്രട്ടറി റംഷാദ് റഫീഖ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാൻ മുഹമ്മദ്, N രമേശ്, ആബിദ് അലി, KP ജോയി, സിജോ ജോൺ, ബേബി ജോൺ, MC വിനയൻ, ഫൈസൽ വടക്കാനത്ത്, ആൽബിൻ രാജു, അമൽ ബാബു, എൽദോ ബാബു വട്ടക്കാവിൽ, അൽസാഫ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു.